LP UP ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് കേട്ടോ, അതിൻ്റെ അനുബന്ധവുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 13ാമത്തെ ക്ലാസ്സാണ്. ഇതുവരെയുള്ള ക്ലാസ്സുകളും കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമായിരുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടെ ചെയ്തേക്കുക. അപ്പോൾ 13ാമത്തെ ക്ലാസ്സാണ്. ഇതിന് തൊട്ട് മുന്നേയുള്ള ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, ക്ലാസ്സിലോട്ട് പോകാം. പ്രൈമറി ക്ലാസ്സിലെ അധ്യാപകനായിട്ടോ അധ്യാപികയോ ഒക്കെ നാം കയറി ചെല്ലുമ്പോൾ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ഭയം അല്ലെങ്കിൽ ഫിയർ, അതുപോലെ തന്നെ ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കുട്ടികൾ നേരിടുന്നതാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ചിലപ്പം ചോദിക്കാം, അല്ലേ? എന്താണ് ഭയം അല്ലെങ്കിൽ ഉത്കണ്ഠ എന്താണ്? അത് നമുക്ക് എങ്ങനെ കുട്ടികളിൽ ഇല്ലാതെയാക്കാം എന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ഭയമെന്ന് നോക്കാം. സാധാരണ പ്രൈമറി തലത്തിലെ കുട്ടികൾ എപ്പോഴാണ് ഭയം അനുഭവപ്പെടുക? അപരിചിതരായ വ്യക്തികളെ കാണുമ്പോൾ, ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെ ഇരുട്ട്. ചില കുട്ടികൾക്ക് ഇരുട്ട് ഭയങ്കരമായിട്ടുള്ള ഭയമായിരിക്കും. അതുപോലെ തന്നെ ചില മൃഗങ്ങളെ കാണുമ്പോൾ ചില ചിത്രങ്ങൾ കാണുമ്പോൾ, അല്ലെ ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോഴൊക്കെ കുട്ടികളിൽ ഭയം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് കുട്ടിയുടെ ഭയം എന്നുള്ളത്. നമുക്ക് എങ്ങനെ കുട്ടിയിലെ ഭയത്തെ ഇല്ലാതാക്കാം? ആദ്യം കുട്ടി നേരിടുന്ന ഭയത്തിനുള്ള കാരണം അധ്യാപകൻ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അതിനായി കുട്ടികളിൽ നിർഭയത്വം വളർത്തുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് വേണ്ടത്, അല്ലേ? നിർഭയത്വം എന്ന് വെച്ചാൽ എന്താണ്? ഭയമില്ലായ്മ. അപ്പോൾ ആ ഭയമില്ലായ്മ കുട്ടിയിൽ കൊണ്ടുവരണം. അതിന് നമ്മൾ അധ്യാപകൻ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഭയത്തിന് കാരണമാകുന്നവയെ പരിചയപ്പെടാനും സമ്പർക്കത്തിൽ ഏർപ്പെടാനും സഹായിച്ച് അതിനെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള തെളിവ് കുട്ടിയിൽ ആദ്യം ഉണ്ടാക്കുക, അല്ലേ? കുട്ടിക്കൊരു വസ്തുവിനെയാണ് ഭയം, അല്ലെങ്കിൽ ഒരു പൂച്ചയോ പട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമായിരിക്കുമല്ലോ ഭയമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇരുട്ടിനെ ഭയക്കുന്ന കുട്ടിയായിരിക്കാം. അപ്പോൾ അതുമായിട്ട് സമ്പർക്കം ഒരുക്കാനുള്ള അവസരം കുട്ടിയിൽ ഉണ്ടാക്കുക. ക്രമേണ അതിനെക്കുറിച്ച് ബോധ്യമാകുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഭയത്തിൽ നിന്ന് അവൻ വിമോചിതനാകും. ഭയം ഇല്ലാതാക്കുന്നതിനായി കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരമെന്ന് പറയുന്നത്. ഈ ഒരു ആത്മവിശ്വാസത്തോടെ എന്ത് ചെയ്യും? അവൻ ആ ഭയപ്പെടുന്ന വസ്തുതയെ അത് ഭയപ്പെടേണ്ടതല്ല എന്നുള്ള ധാരണയിൽ കുട്ടി എത്തുകയും ചെയ്യുന്നു. അപ്പോൾ പ്രൈമറി തലത്തിൽ നമുക്ക് ഭയം എന്താണെന്നും അത് ദൂരീകരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇനി എന്താണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്? സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് അസ്വസ്ഥമായിട്ടിരുന്ന് ചിന്തിക്കാറുണ്ട്, അല്ലേ കുട്ടികൾ? അതിൽ നിന്നും ഉടലെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉത്കണ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ തോതിൽ അതൊരു ഭയമാണ് എങ്കിൽ പോലും ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത്, അല്ലേ? ഭയപ്പെടുന്ന ഒരു കാര്യം ഇനി എന്തായിരിക്കും അടുത്ത് സംഭവിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ആൻസർ ഷീറ്റ് കിട്ടുന്നതിന് മുമ്പ് അവനൊരു ഉത്കണ്ഠ ഉണ്ടാകാറുണ്ട്. താൻ എഴുതിയ പരീക്ഷ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മാർക്ക് എന്തായിരിക്കും, ഇനി അധ്യാപകൻ തന്നെ എന്തെങ്കിലും ശിക്ഷ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഉത്കണ്ഠ കുട്ടിയിൽ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഉത്കണ്ഠ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടിയിൽ നിന്നും മാറ്റിക്കളയേണ്ടതാണ്. ഞാനിത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ ഉത്കണ്ഠ അനുഭവിക്കുന്ന പല കാര്യങ്ങളിലും, അല്ലേ? ഇതിപ്പോൾ ഏതൊരു എക്സാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എങ്കിലും നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ പോലും എന്ത് ചെയ്യാറുണ്ട്? കുട്ടികൾ ഉത്കണ്ഠാകുലരാകാറുണ്ട്, അല്ലെ? അതായത് ചെറിയ കാര്യങ്ങളിൽ, അല്ലെ, മനസ്സിലുണ്ടാകുന്ന വിഷാദഭാവം, അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുക, മനസ്സ് വെറുതെ എന്ത് ചെയ്യുക? അസ്വസ്ഥതയുണ്ടാക്കുക, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മാനസികമായിട്ട് ഇങ്ങനെ ആവർത്തിച്ചുണ്ടാകുന്ന ഈ ഉത്കണ്ഠ എന്ത് ചെയ്യുന്നു? കുട്ടിയുടെ മനോനിലയിൽ തന്നെ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. അതുമാത്രമല്ല, ചിലർക്കിത് ഉറക്കമില്ലായ്മ, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികളുടെ പ്രവർത്തനങ്ങളിൽ, കുട്ടികൾ മാത്രമല്ല മുതിർന്നവരിലായിരുന്നാലും അങ്ങനെയാണ്. ഈ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളോടും പ്രവർത്തനങ്ങളോടും എന്ത് ചെയ്യും? അസാധാരണമായി പ്രതികരിക്കും. ഇതൊക്കെ തന്നെ ഉത്കണ്ഠയുടെ ലക്ഷണങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ആ ഉത്കണ്ഠ അനുഭവപ്പെടുന്ന കുട്ടിയെ, അല്ലെ, നമ്മുടെ ക്ലാസ്സിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യണം? അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഉത്കണ്ഠയെ കുറയ്ക്കുന്നതിനുള്ള ചുമതല കൂടെ അധ്യാപകൻ എന്നുള്ള നിലയിൽ നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യം
കുട്ടിയിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അല്ലേ? താൻ സുരക്ഷിതനാണ് എന്നുള്ള അവബോധം കുട്ടിയിൽ വളർത്തുക. അതുപോലെ തന്നെ സ്വതന്ത്രമായി ഇടപഴകാനുള്ള അവസരം കുട്ടിയിൽ ഒരുക്കുക. ഇപ്പോൾ ചിലർ എന്ത് ചെയ്യും, ഉത്കണ്ഠയൊക്കെ അനുഭവിക്കുന്ന കുട്ടികൾ ക്ലാസ്സിൽ തന്നെ എന്ത് ചെയ്യും, സ്വയം പിൻവാങ്ങാറുണ്ട്. എല്ലാ കാര്യങ്ങളും, അല്ലേ, പുറകോട്ട് പോകാനുള്ള അവസ്ഥയുണ്ട്. അവർ വെറുതെ ഇരിക്കും, അല്ലെ, മൗനമായിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെ മനസ്സിലാക്കിയിട്ട് സ്വതന്ത്രമായി ക്ലാസ് റൂമിനകത്ത് ഇടപഴകാനുള്ള അവസരം നമ്മൾ എന്ത് ചെയ്യണം, അധ്യാപകൻ ഒരുക്കി കൊടുക്കണം. അതുമാത്രമല്ല, വിജയ വഴികൾ അവനെ എന്ത് ചെയ്യണം, നിർദ്ദേശിച്ചു കൊടുക്കണം. വിജയിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ വെറുതെ ഉത്കണ്ഠപ്പെട്ടിരിക്കാതെ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള നിർദ്ദേശങ്ങൾ അധ്യാപകൻ എന്ത് ചെയ്യുക, കുട്ടിക്ക് കൊടുക്കുക. അതുമാത്രമല്ല, ഇപ്പോൾ പരീക്ഷയാണെങ്കിൽ കുട്ടികൾ പിന്നെ 50% കുട്ടികളും പരീക്ഷയെ ഭയക്കുന്നവരാണ്, അല്ലെ, നാം ഉൾപ്പെടെയുള്ള എല്ലാവരും. അപ്പോൾ ആ ഒരു പരീക്ഷാ ഭീതി ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ കുട്ടിക്ക് നൽകുക. അതുമാത്രമല്ല, അർഹമായ അംഗീകാരം കുട്ടിക്ക് നൽകുക. നമ്മളിതെല്ലാം പറയുന്നതിനൊപ്പം തന്നെ കുട്ടികൾ അംഗീകാരം ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലാതെ നമ്മൾ പഠിച്ചതാണ് തിയറികളിലൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ അർഹമായിട്ടുള്ള അംഗീകാരം കുട്ടിക്ക് നമ്മൾ നൽകുക. അങ്ങനെ പ്രശ്നങ്ങളെ കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തുക. തന്നിലുള്ള പ്രശ്നം എന്താണ്, അല്ലേ, ഉത്കണ്ഠപ്പെടാനുള്ള കാര്യം എന്താണ് എന്നുള്ള അവബോധം കുട്ടിയിൽ വളർത്തി അതിനെ ബോധ്യപ്പെടുത്തുക. താൻ നേരിടുന്ന ഉത്കണ്ഠ വെറുതെയാണെന്നും, അല്ലെ, നിസ്സാരമായ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ടതില്ല എന്നുള്ള ബോധം കൂടെ കുട്ടിയിൽ വളർത്തുക. അപ്പോൾ ഉത്കണ്ഠ എന്താണെന്ന്, അപ്പോൾ ഭയവും ഒരു തരത്തിൽ ഉത്കണ്ഠയും ഭയവും നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും രണ്ടും രണ്ടാണ്. അപ്പോൾ ക്ലാസ്സിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ കുട്ടി നേരിടുന്ന 2 പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്, അല്ലേ, ഭയവും ഉത്കണ്ഠയും. അപ്പോൾ 2 ടോപ്പിക്കും നന്നായിട്ട് മനസ്സിലാക്കുക. സ്ഥിരം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണല്ലേ, എങ്കിലും എന്ത് ചെയ്യുക, ക്ലാസ് കേട്ട് അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മറുപടികളായിരിക്കണം ഇൻ്റർവ്യൂവിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടെ പഠിച്ചു വയ്ക്കുക. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. എന്താണ് ക്രമീകൃത പഠനം? ക്രമീകൃത പഠനം എന്ന് പറയുന്നത് നൂതനമായ ഒരു പഠന തന്ത്രമാണ്. അപ്പോൾ അതിനകത്ത് ക്രമീകൃത പഠനം വരുന്നുണ്ട്, സഹകരണ പഠനം വരുന്നുണ്ട്, സംഘബോധ പഠനം വരുന്നുണ്ട്, സൂക്ഷ്മ നിലവാര ബോധനം വരുന്നുണ്ട്, അല്ലേ. അപ്പോൾ നമുക്കാദ്യം എന്താണ് ക്രമീകൃത പഠനമെന്ന് നോക്കാം. അപ്പം കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്, അല്ലേ, പ്രൈമറി ക്ലാസ്സുകളിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു നൂതന പഠന തന്ത്രവും കൂടിയാണ് ക്രമീകൃത പഠനം. എന്താണ് ക്രമീകൃത പഠനം? അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക്, അല്ലേ, കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങളിൽ നിന്നും അറിയാത്തതിലേക്ക്, സങ്കീർണവുമായ അറിവുകളിലേക്ക് കുട്ടികളെ, പഠിതാവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നയിക്കുന്നു. അതായത് ചെറിയ ചെറിയ ഘട്ടങ്ങളായി പാഠ്യവസ്തുക്കളെ ക്രമീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രമീകൃത പഠനമെന്ന് പറയുന്നത്. അപ്പോൾ അറിയുന്ന കാര്യം നമ്മൾ ആദ്യം പോയിട്ട് കുട്ടി കേട്ടിട്ടില്ലാത്തതും ബന്ധമില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പ്രൈമറി തലത്തിലെ കുട്ടികളോട് പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യില്ല, അതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാകില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അറിയുന്ന കാര്യം പറഞ്ഞിട്ട് അതിൽ നിന്നും അറിയാത്തതിലോട്ട് നമ്മൾ കൊണ്ടുപോകണം, അല്ലേ. അതുപോലെ തന്നെ ആ സങ്കീർണമായിട്ടുള്ള അറിവുകളിലേക്ക്, തത്വങ്ങളിലേക്കും കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം, എത്തിക്കണം. അത്തരത്തിൽ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് തിരിച്ച് പാഠ്യവസ്തുക്കളെ നമ്മൾ ക്രമീകരിക്കണം. ഈ ഒരു ക്രമീകരണത്തിനെയാണ് ക്രമീകൃത പഠനമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ക്ലാസ്സിൽ നമ്മളൊരു പ്രവർത്തനം കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു ക്രിയയാണെങ്കിൽ കളികളുമായി ബന്ധപ്പെടുത്തി എന്ത് ചെയ്യണം, ആ പ്രവർത്തനം കുട്ടിക്ക് കൊടുക്കുക. അതുപോലെ തന്നെ പരിസര പഠനമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പരീക്ഷണാത്മകമായിട്ടും ചെറിയ ചെറിയ ഗവേഷണാത്മകമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ അത്തരത്തിലുള്ള, ഞാൻ ഇതിന് മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലേ, പ്രകൃതിയുമായിട്ട് തിണക്കി ക്ലാസ്സിനകത്ത് തന്നെ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പരിസര പഠനം പോലുള്ള ക്ലാസ്സുകളൊക്കെ കുട്ടികൾ വളരെയധികം താല്പര്യമുളവാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതെല്ലാം തന്നെ ക്രമീകൃത പഠനത്തിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് സഹകരണ പഠനവും സംഘബോധനവും ഒക്കെ, അല്ലേ. സഹകരണബോധവും സംഘബോധനവും ഒക്കെ നമ്മൾ ക്ലാസ്സുകളിൽ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി സൂക്ഷ്മ നിലവാര ബോധനവും ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. അതായത് നൂതനമായിട്ടുള്ള പഠന തന്ത്രങ്ങളിലൊന്നാണ് സൂക്ഷ്മ നിലവാര ബോധനം. അപ്പം നമുക്ക് പലർക്കും ഇത് അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഒന്ന് വേഗത്തിൽ പറയാം. എന്താണ് സൂക്ഷ്മ നിലവാര ബോധനം എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു അധ്യാപികയോ അധ്യാപകനോ 5 or 10 കുട്ടികൾ, അല്ലെങ്കിൽ കുറച്ച് കുട്ടികളെ മാത്രം, അതായത് ചെറിയൊരു ഗ്രൂപ്പ്, അവർക്ക് മുന്നിൽ 5 or 10 മിനിറ്റ് മാത്രം ഉപയോഗിച്ച് ഒരു ചെറിയ പാഠഭാഗത്തെ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു, അല്ലെ, ചെറിയൊരു ടോപ്പിക്ക്. കുട്ടികളുടെ ചെറിയൊരു ഗ്രൂപ്പ്, 5 or 10 കുട്ടികളുള്ള ഒരു ഗ്രൂപ്പ്. അതുപോലെ തന്നെ എടുക്കുന്ന സമയം എത്രയാണ്, 5 or 10 മിനിറ്റ് മാത്രം. ഇത്രയും മാത്രം ഉപയോഗിച്ച് കൊണ്ടെടുക്കുന്ന പാഠഭാഗം അവതരിപ്പിക്കുന്ന രീതിയെയാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്.
ഇത്തരത്തിൽ മൈക്രോ ടീച്ചിങ്ങിലൂടെ ഒറ്റ സ്കില്ല് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അധ്യാപകൻ വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ. അതും കൂടെ ഓർത്തു വയ്ക്കുക. അപ്പോൾ മൈക്രോ ടീച്ചിങ്ങിലൂടെ ഒറ്റ ശേഷി കുട്ടിക്ക് നേടാനുള്ള ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു ശേഷി മാത്രമാണ് വികസിപ്പിക്കാനായിട്ട് മൈക്രോ ടീച്ചിങ്ങിലൂടെ അധ്യാപകൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ക്രമീകൃത പഠനം എന്താണെന്ന് നോക്കി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ടോപ്പിക്കിൽ സ്കിന്നറുടെ ആശയങ്ങളാണ് കേട്ടോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മനഃശാസ്ത്രജ്ഞനായ സ്കിന്നറെക്കുറിച്ച് നമ്മൾ OMR എക്സാമിനൊക്കെ പഠിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പ്രബലനമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയുന്നില്ല. അതിനകത്ത് തന്നെ ധനപ്രബലനം വരുന്നുണ്ട്, ഋണപ്രബലനവും വരുന്നുണ്ട്. അതായത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. പഠന പ്രക്രിയയിൽ സ്കിന്നേറിയൻ ആശയങ്ങളുടെ പ്രസക്തി എന്താണ്, ആ ഒരു ചെറിയ ടോപ്പിക്ക് മാത്രം നമുക്ക് നോക്കാം അല്ലേ. പഠന പ്രക്രിയയും പഠന അന്തരീക്ഷവും പഠിതാവിന് തൃപ്തികരമാകുന്ന രീതിയിലായിരിക്കണം ക്രമീകരിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താണ്, പഠന പ്രക്രിയയും പഠന അന്തരീക്ഷവും പഠിതാവിന് തൃപ്തികരമാകുന്ന രീതിയിലായിരിക്കണം ക്രമീകരിക്കേണ്ടത്. അപ്പോൾ ക്ലാസ് റൂം ആയിരുന്നാലും കൊടുക്കുന്ന പ്രവർത്തനമായിരുന്നാലും കുട്ടിക്ക് തൃപ്തികരമായിരിക്കണം അല്ലേ. അല്ലാതെ കുട്ടികൾക്ക് തൃപ്തികരമല്ലാത്ത രീതിയിൽ നമ്മളൊരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ പഠന പ്രവർത്തനം അവിടെ എന്താകില്ല, ആ ഒരു സ്കിൽ അധ്യാപകന് അതിനെ നേടിയെടുക്കാനായിട്ട് കഴിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നന്നായി ചെയ്യുന്ന പ്രവൃത്തികളെ ഉടൻ തന്നെ പ്രശംസിക്കണം. ഇപ്പോൾ കുട്ടികളെല്ലാവരും പ്രശംസ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രവർത്തനം ക്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യുന്ന കുട്ടിയെ പ്രശംസിക്കാൻ എന്ത് ചെയ്യരുത്, മറക്കരുത്. മൂന്നാമത്തെ കാര്യം, ശിക്ഷയേക്കാൾ സമ്മാനങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവർ കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഇതിനിടയിലുള്ളവരായിരിക്കും കൂടുതലുമുള്ളവർ. അവർക്കൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ മാത്രം പ്രശംസിച്ചിട്ട് മറ്റുള്ളവരെ ശിക്ഷിക്കുമ്പോൾ അവർക്കത് വിഷമകരമായിരിക്കും. അപ്പോൾ ശിക്ഷയേക്കാൾ കുട്ടികൾ എന്ത് ചെയ്യുക, സമ്മാനങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ഇപ്പോൾ സമ്മാനം എന്ന് പറയുമ്പോൾ അത് ഗിഫ്റ്റ് തന്നെ ആവണമെന്നും ഇല്ല അല്ലേ. പ്രശംസിക്കുക, ഗുഡ് എന്ന് പറയുക, ഗുഡ് നോട്ട്ബുക്കിൽ ഇട്ട് കൊടുക്കുക, അതൊക്കെ തന്നെ സമ്മാനങ്ങളാണ്. ഇത്തരത്തിൽ പ്രബലനങ്ങൾ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതിലൂടെ ചില കാര്യങ്ങളൊക്കെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, അതെന്ത് ചെയ്യില്ല, ഒഴിവാക്കാതെ എല്ലാ കാര്യങ്ങളും അവനിപ്പോൾ പ്രയാസമുള്ള കാര്യങ്ങളായിരുന്നാലും അല്ലെ നേരിടാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരുന്നാലും എന്ത് ചെയ്യും, അവൻ തൻ്റെ പ്രവർത്തനങ്ങളിലോട്ട് കൊണ്ടുവരികയും നന്നായിട്ട് ചെയ്യുന്നതിനും സാധിക്കും. അപ്പോൾ പഠന പ്രക്രിയയിൽ സ്കിന്നേറിയൻ ആശയങ്ങളുടെ പ്രസക്തി എന്താണ് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇതും കൂടെ മനസ്സിലാക്കി വയ്ക്കുക. ചെറിയ 3 ടോപ്പിക്കുകളാണ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞത് അല്ലേ. അപ്പോൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.